ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷിജൻ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാഷിജൻ. വീണ്ടും ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു, ഇത് തന്നെയാണ് നമ്മുടെ കണ്ടന്റ്. കാരണം ഓരോ ദിവസം കഴിയും തോറും വിവിധ തരത്തിലുള്ള വോയിസ് റെക്കോർഡുകളും വീഡിയോസ് ഒക്കെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വോയിസ് നമുക്ക് ഓടിപ്പോയെന്ന് കേട്ടിട്ട് വരാം. സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിൽ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സിജി എന്റെ നേരെ മുഖം വീർത്തിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അത്രയും പേര് അവിടെ ഇരുന്നപ്പോൾ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ, കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വീർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട എന്ന് കരുതി എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് എന്നിട്ട് വെറുതെ ഇതിന് വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോൾ സിജി 18,000 രൂപയെന്നാണ് സാലറി പറഞ്ഞത്. അതായത് 24,000 രൂപ ചെക്കിലുള്ള സിജി അത്രയും കുട്ടികളോട് ഇരിക്കുമ്പോൾ 18,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. കാരണം ചിലപ്പോൾ അത് ലീവിൻ്റെതായിരിക്കാം, ഫുഡിൻ്റെതായിരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര? അപ്പോൾ സിജി ഒരു ദൈവത്തിനെ വിളിച്ചു പോകും. നമുക്കൊരു ഇത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് 24,000 രൂപ കിട്ടി എന്ന് പറയുമ്പോഴാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും പേരിരിക്കും. എനിക്ക് 18 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടിയെന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ 50,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം. നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഷീബ പോകാറായപ്പോൾ ഞാൻ പറഞ്ഞത്. കാരണം ഷീബ വന്നു കഴിഞ്ഞാൽ ഈ ഫോണും വിളിച്ചും ചാറ്റ് ചെയ്തൊന്നും ഇരിക്കത്തില്ല, ബിസിനസ് ചെയ്തു. അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നു. ഇന്നിപ്പോ ശ്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം. ശ്രീ എന്റെ പുറകെ നടന്നപ്പോൾ ശ്രീയോട് ഞാൻ പറഞ്ഞു, ശ്രീക്ക് ഇതിവിടെ എന്താ ഓവറായിട്ടുള്ള ഓരോരുത്തർ ഒരു രാത്രി ചെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുത്ത് രാവിലെ മീറ്റിംഗ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് ടെൻഷൻ അടിച്ച് രാവിലെ അവസാനം ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലീവിയ നൽകുന്നത്. സാലറി മാത്രമല്ല, ഫ്രീഡം, സന്തോഷം, നിങ്ങളുടെ രൂപം, ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കയ്യും കഴുകി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി. ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാഹചര്യവും ഞങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളെ ഇവിടോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ തന്നെ മതി. അപ്പോഴും ഞാൻ ജിഷയോടും ശ്രീജയോടും എല്ലാം പറഞ്ഞു നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ രാജകീയ സുഖമാണ്, അത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അതിനെ ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഒരു കുട്ടി പോയാൽ ഇവിടെ എന്താ കുഴപ്പം? ആ കുട്ടിയുടെ വാട്സപ്പ് അടുത്ത ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ഇവിടെ ആരും ഇവിടുന്ന് പിരിക്കുന്ന ഇത്രയും പിള്ളേരുടെ വാട്സപ്പ് ഇപ്പൊ നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പല ടെക്നോളജി. സോ ഇതുപോലുള്ള ഒരുപാട് വോയിസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു ഒലീവിയ ഡിസൈൻസും ഈ സിബിച്ചൻ എന്ന് പറയുന്ന വ്യക്തിയും അച്ചു എന്ന വ്യക്തിയും ഇവരെ ചെയ്യുന്നത് പക്ക ഉഡായിപ്പാണ്, അല്ലെങ്കിൽ അത് ഈ മുൻപ് ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ സ്റ്റാഫുകൾ രംഗത്ത് വന്ന് പറഞ്ഞതെല്ലാം ഇവർക്ക് ഓപ്പോസിറ്റ് ആണ്, എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിട്ടും വീണ്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ സ്വയം ഓരോ വീഡിയോസിലൂടെ വന്നിട്ട് ന്യായീകരിക്കുകയും സ്വയം മെഴുകുകയും ചെയ്യുന്നത് അത്ര വലിയ പുണ്യപ്രവൃത്തിയൊന്നും അല്ല. കാരണം അത് അത്രത്തോളം ഹീറോയിസം ആണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേട്ട ഓഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വോയിസിൽ എന്ന് വെച്ചാലും നിങ്ങൾക്ക് 50,000 രൂപയാണ് സാലറി എന്നുണ്ടെങ്കിൽ അതിൽ ഫൈന് പോയിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈന് ഈടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടി എന്നുള്ളതല്ല നിങ്ങളുടെ സാലറി. പകരം നിങ്ങളുടെ 50,000 രൂപയാണോ ആ ഒരു കമ്മീഷൻ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണോ അതാണ് നിങ്ങളുടെ സാലറി. അല്ലാതെ നിങ്ങൾക്ക് കയ്യിൽ എത്ര കിട്ടി എന്നുള്ളതല്ല സാലറി. അതായത് ഇപ്പോൾ 25,000 രൂപ ഒരു അവിടെയുള്ള ഒരു സ്റ്റാഫിന് 25,000 രൂപ സാലറി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫിന് ഫുഡിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫൈൻ ഈടാക്കുകയാണെങ്കിൽ ആ ഒരു ഫൈൻ ഈടാക്കിയിട്ടുള്ള ബാക്കി തുകയല്ല അവരുടെ സാലറി. 25,000 രൂപ അതായിരിക്കാം നിങ്ങളുടെ സാലറി എന്ന് നിങ്ങൾ പറയണമെന്ന്. പിന്നെ ഏത് കാര്യത്തിലായാലും ഫൈൻ തൊട്ടാലുടൻ അപ്പോൾ ഫൈനാണ്. ഫുഡിന്റെ ആയിക്കോട്ടെ, ഡ്രസ്സിന്റെ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള മേക്കപ്പ് കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാത്തിനും ഫൈനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിക്സഡ് സാലറി ഇപ്പൊ 50,000 രൂപ എന്നുള്ളതാണെങ്കിലും ആ ഒരു 50,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നുള്ളതൊക്കെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ടോക്കുകളൊക്കെയാണ് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രംഗത്ത് അതായത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വാട്സപ്പിന്റെ കാര്യം, ഈ ഒരു വാട്സപ്പ് നമ്മുടെ അൽത്താഫിക്കയുടെ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായി ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നും പോയിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫിന്റെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ടോ നിങ്ങൾ ഇപ്പോഴും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു വോയിസിൽ തന്നെ ഈ വ്യക്തി പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ഈ ഒരു വിവര സാങ്കേതിക വിദ്യ ഇത്രയധികം ഡെവലപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു സ്റ്റാഫ് ഇപ്പോൾ ഒരു 10-12 സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇത്രയധികം ഫോണുകൾ ഇവിടെയുണ്ട്, ഇത്രയധികം വാട്സപ്പ് അതിനകത്തുണ്ട്. സോ ഒരു സ്റ്റാഫ് ഇല്ലാതെ തന്നെ ആ ഫോണും വാട്സപ്പും ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടും അല്ലാതെയും ഓർഡറുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവരിവിടെ പറയുന്നത് തീർച്ചയായും ആ വാട്സപ്പും ഫോണും ഇവര് ഉപയോഗിക്കുന്നുണ്ട്.
അതായത് മുൻപുണ്ടായിരുന്ന സ്റ്റാഫുകളുടെ ഫോണും വാട്സപ്പ് എല്ലാം ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്റർവ്യൂകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് അവരെന്തുകൊണ്ട് ഇല്ല എന്നുള്ള മറുപടി പറയുന്നു? തീർച്ചയായും ഇതിനുള്ള വ്യക്തമായ ഉത്തരം ഈ പറഞ്ഞ അച്ചു അല്ലെങ്കിൽ സിബി എന്ന് പറയുന്ന വ്യക്തി തന്നേ മതിയാവും. മാത്രമല്ല ഈ സിബി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഷെഫീന ബീവി ആ ഇത്തയുടെ ചാനലിൽ അവർ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവര് അതിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ പുള്ളി ഈ ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ അവിടെ മാറിയിരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അല്ലെങ്കിൽ ഈ അച്ചു എന്ന് പറയുന്ന വ്യക്തിയെ മുന്നോട്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ ക്യാമറയ്ക്ക് മുന്നിൽ വരുത്തിക്കൊണ്ട് ഇയാളൊന്നും പറയാതെ സൈലന്റ് ആയിട്ട് മാറി. എന്തിനാണ് ക്യാമറയ്ക്ക് മുൻപിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ ഭാഗം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമായി തുറന്നടിച്ച് പറയുക. ഇവർക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോഴും ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോസിലും നമുക്ക് വിശ്വസനീയമായ ഒരു ഘടകം പോലും ഇല്ല. ഇത്രയും വലിയൊരു ട്രാപ്പാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തുന്നു ഒലീവിയ ഡിസൈൻസ് ബൈ അച്ചു എന്നുള്ള സംരംഭം എന്ന് മറ്റുള്ളവർ ആരോപിക്കുമ്പോഴും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ സിബിയും അച്ചുവും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു ഓഡിയോയിൽ തന്നെ നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പരാമർശിക്കുന്നുണ്ട് ഈ പറഞ്ഞ അച്ചു എന്ന് പറയുന്ന ഉടമ. അതായത് നിങ്ങൾക്ക് ഈ ഒരു നേഴ്സിംഗ് പ്രവൃത്തിയിൽ പോയാൽ അവരുടെ സിസ്റ്റർ എങ്ങാണ്ട് ഒരു നേഴ്സായിരുന്നു, BSc നേഴ്സായിരുന്നു. സോ അവർക്ക് ഇപ്പോഴും സെറ്റിൽ ആവാൻ പറ്റിയിട്ടില്ല. നേഴ്സിംഗ് ഫീൽഡിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ നേഴ്സിംഗ് എന്നുള്ള ആ ഒരു ജോബിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് സംസാരിക്കുന്നത് കിട്ടും. നമ്മളൊക്കെ സാധാരണ ഈ ഒരു നേഴ്സി എന്നൊക്കെ പറഞ്ഞാൽ മാലാഖകളായിട്ടാണല്ലേ നമ്മളെല്ലാവരും ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇത്രയും വലിയൊരു പ്രൊഫഷനെ മാറ്റി ഒരു ഭാഗം, അത് ഞാൻ ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, ഇവരുടെ ആ ഒരു ഷെഫീനത്തയുടെ ഇന്റർവ്യൂവില് അവർ ആ ഒരു സ്ഥാപനത്തിൽ പോയി അവരുടെ ഇന്റർവ്യൂ ഈ അച്ചു മാഡത്തിനോട് ഇന്റർവ്യൂ ചെയ്യുന്നു. അതിനുശേഷം അവിടെയുള്ള സ്റ്റാഫുകളുടെ അടുത്ത് പോയിട്ട് ഈ സിബി എന്ന് പറയുന്ന വ്യക്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്തിട്ടുണ്ടോ, വഴക്ക് പറഞ്ഞിട്ടുണ്ടോ, ചീത്ത പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം ഉത്തരം എന്നോണം നമ്മൾ pre-KG കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ A for ആപ്പിൾ അല്ലെങ്കിൽ B for ബോൾ എന്നുള്ള തരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും ഇല്ല 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 ഇല്ല. ഈ പാവ കൊടുത്താൽ ചലിക്കുന്ന, അതായത് കീ കൊടുത്താൽ ചലിക്കുന്ന പാവകളുണ്ടല്ലോ, അതുപോലെയാണ് അവരവിടെ നിന്നിട്ട് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അൽത്താഫിക്കയുടെ ആ ഒരു ഇന്റർവ്യൂവിലും അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഈ സ്റ്റാഫുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന 2-3 സ്റ്റാഫുകളാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്നത്. പക്ഷെ ആ തുറന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറഞ്ഞ് പഠിപ്പിച്ചതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സ്റ്റാഫുകളോട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടോ, ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ യൂണിഫോം ഇട്ട് ആ സ്ഥാപന ഉടമ അവിടെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തി സമീപത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും ആ കാര്യം തുറന്ന് പറയുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് പറയുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തൊരു ഉടമയാണ് ഈ സിബി എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഈ സിബിയെ കുറിച്ചുള്ള ഒരുപാട് ലീലാവിലാസങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി എത്രത്തോളം മാന്യനാണ് എന്നുള്ളത് ഓരോ വോയിസുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഗുണ്ടായിസവും അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിപ്പെടുത്തലും മാത്രമല്ല, മറ്റ് അനേകം കളികളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഓഡിയോസിൽ നിന്നും അല്ലെങ്കിൽ വോയിസുകളിൽ നിന്നും നമ്മൾ പരക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ തൊട്ടതിനും പിടിച്ചതിന് 5000 ഇവരുടെ മിനിമം ഫൈൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കൺമണി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവിടെ ഫുഡ് എന്ന് പറയുന്നത് നേരാവണ്ണം ഒന്ന് നിന്ന് കഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. അതായത് വരാന്തയിൽ നിന്നുകൊണ്ട് ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് ആ ഒഴുക്ക് ചാലക്ക് അല്ലെങ്കിൽ ഡിച്ച് പോലുള്ള സ്ഥലത്തിന്റെ അടുത്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. അതുപോലെ തന്നെ ഈ മഴ വന്നാൽ അവർ നിൽക്കുന്ന സമയത്ത് മഴ കൊണ്ടിട്ടൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന്. ഇത്രയധികം വൃത്തിഹീനമായി മഴ കൊണ്ടും അല്ലെങ്കിൽ വെയിൽ കൊണ്ടും ഭക്ഷണം കഴിക്കുന്ന ഇവരോട് ആ വീഡിയോസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഉച്ചയൂണ് വീഡിയോ കാണുന്ന സമയത്ത് എന്തൊക്കെയാണ് ചോറ്, അവിയല്, ബീട്രൂട്ട്, ക്യാരറ്റ്, മോര്, തൈര്, മീന്, ചിക്കൻ, എന്തൊക്കെ പ്രഹസനങ്ങളാണ് അവരവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു ഉളുപ്പും ഇല്ലാതെ സ്വയം വന്ന് ന്യായീകരിക്കാനും മെഴുകാനും മാത്രം ഇവൾക്ക് യാതൊരു ഉളുപ്പും ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പുച്ഛമാണ് സത്യത്തിൽ തോന്നുന്നത്. ഇവര് പലതവണ പറയുന്നുണ്ട് ഞങ്ങൾ സഹോദര തുല്യരായിട്ടാണ് ഈ പെൺകുട്ടികളെ എല്ലാവരും കരുതുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നു? അങ്ങനെയെങ്കിൽ സഹോദര തുല്യരായിട്ടാണ് അല്ലെങ്കിൽ അത്രയധികം സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ എന്തുകൊണ്ട് ഔദാര്യത്തിലാണ് എന്നുള്ളത് പറയുന്നു.
ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറയേണ്ട എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? പിന്നെ ഇവരെ മോട്ടിവേഷൻ ക്ലാസ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ മോട്ടിവേഷൻ എന്താണ്, മോട്ടിവേഷൻ ക്ലാസ് എന്താണ്, ഈ ഒരു സംരംഭം എന്താണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് ഇപ്പം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ വ്യക്തികളിൽ നിന്നും വ്യക്തമായിട്ടുള്ള മറുപടി, അല്ലെങ്കിൽ ഇവരിൽ നിന്നും ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് ഇവരൊന്നുകിൽ അത് അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന് തെറ്റ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ സോൾവ് ചെയ്യുക. അല്ലാത്ത പക്ഷം മിണ്ടാതെ വീഡിയോയും ഒന്നും ചെയ്യാതെ ഒരു ക്ലാരിഫിക്കേഷനും ഇടാതെ ഇരിക്കുക. കാരണം ഇവരിപ്പോൾ ഇടുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറയുന്നതും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അവരവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ കുറെ വിളിച്ചു പറയുന്നു. അതിന് ഒത്താശ പകരാനായിട്ട് ഭർത്താവ് അവിടെ നിന്നും മാറിയിരുന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ അവിടെ നിന്നും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇവരിൽ നിന്നും ഒരു പക്വമായ ഒരു സ്ഥാപന ഉടമകളാണ് ഈ രണ്ട് വ്യക്തികളും. എന്നിട്ട് പക്വമായ ഒരു ആരോപണം ഈ ഒരു സംരംഭത്തിനെതിരെ വന്ന സമയത്ത് പക്വതയോടുകൂടി ആ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പോലും അറിയാതെ ഒരു ഹോം ടൂർ ചെയ്യുന്നത് പോലെ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക, അല്ലെ അവിടെ നിന്ന് സ്വയം വെളുപ്പിക്കലല്ലാതെ ഈ പറഞ്ഞ അച്ചുവും സിബിച്ചനും ഒന്നും തന്നെ ചെയ്യുന്നില്ല. എത്ര കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺമണിയുടെ കമന്റ് ബോക്സിൽ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ എത്രയധികം കുട്ടികളാണ് നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്നിട്ടും അതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് അച്ചുവും സിബിച്ചനും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ജനങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഇവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ അത്രയധികം റീച്ചിൽ നിൽക്കുകയാണ്, യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാലും ഇപ്പോൾ എല്ലാവരും കാണുന്ന സമയമാണ്, ഞങ്ങൾക്കൊരു ഫാമിലി വ്ളോഗ് തുടങ്ങിയാൽ കൂടി അത്രയധികം ഓഡിയൻസ് ഉണ്ട്, മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ. ഇതൊന്നും വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന മറുപടി, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടികളല്ല നിങ്ങൾ പറയുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, സ്വയം പറ്റിയ തെറ്റൊന്നുകിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം അവസാനിപ്പിക്കുക. അല്ലാത്ത പക്ഷം ഇനിയും ഓരോന്നായി ഇനിയും മുന്നോട്ട് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ ഓരോ ചാനലുകളും ഓരോ വോയിസ് റെക്കോർഡ്, ഇവരുടെ ഗ്രൂപ്പിൽ വരുന്ന വോയിസ് റെക്കോർഡുകളെല്ലാം എടുത്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇനിയും അനേകം ഓഡിയോകളും വീഡിയോകളും എല്ലാം പുറത്തു വരും. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും നല്ലൊരു നടപടി, അല്ലെങ്കിൽ സത്യസന്ധമായ നമുക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക്, കമന്റ് ഇടുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച കുട്ടികൾക്ക് തീർച്ചയായും നല്ലൊരു, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ലൊരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അല്ലാതെ വന്നുകൊണ്ട് ഓരോ വീഡിയോയിൽ സ്വയം മെഴുകിക്കൊണ്ടോ സ്വയം ന്യായീകരിച്ചുകൊണ്ടോ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾക്കിപ്പോൾ അത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, ഞങ്ങളുടെ ചാനൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചൻ പറയാൻ എല്ലാവർക്കും സാധിക്കും.